അതായത് ഇപ്പോൾ ഈ ആപ്പിൾ മൊത്തം എത്ര ഇമേജ് ഉണ്ട്, ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം എനിക്ക് കിട്ടിയാൽ മതി പറയുമെങ്കിൽ അതിന് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നിങ്ങൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടാവും ക്രോപ്പ് ടൂൾ. അപ്പോൾ ആപ്പിളിനെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ബാക്കൊക്കെ ഒന്ന് ഡിമ്മാവും. നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം, ട്രാൻസ്ഫോം പോലെ. കറക്റ്റ് ആവശ്യപ്രകാരം വന്ന ശേഷം നമ്മുടെ ടിക്ക് അടിക്കുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക കഴിഞ്ഞാൽ ഉണ്ടാ ബാക്കി ഇമേജ് ഒക്കെ എന്താവും, കട്ടായി പോവും. ഇതാണ് ക്രോപ്പ് ടൂൾ. നമുക്ക് ക്രോപ്പ് ടൂൾ ഇല്ലാതെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. സെലക്ഷൻ ചെയ്യുക. അതപ്പോൾ ഇങ്ങനെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഇമേജ് പോവുക. ഇമേജ് പോയിട്ട് ഇവിടെ താഴെ കണ്ട ക്രോപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. ക്രോപ്പിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് അത്രയും പോർഷൻ ക്രോപ്പ് ആകും. അപ്പോൾ കുറച്ച് കറക്റ്റ് ക്രോപ്പ് ആയില്ല. എന്താ കാരണം പറഞ്ഞാൽ നമ്മൾ ഫെദർ 50% ഉണ്ട്, ഫെദർ 0 ആയിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ഡി അടിച്ചു, 0 ഫെദർ കൊടുക്കണം, എൻ്റർ അടിക്കണം. ഇനി ഞാൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇമേജിൽ പോകണം, ക്രോപ്പ് കൊടുക്കും. കണ്ടാ സെലക്ട് ചെയ്ത ഭാഗം മാത്രം ക്രോപ്പ്. നമുക്ക് ക്രോപ്പ് ടൂൾ എടുത്തിട്ടും ക്രോപ്പ് ചെയ്യാം, ഇങ്ങനെയും ക്രോപ്പ് ചെയ്യാം. നമുക്ക് ആവശ്യപ്രകാരമുള്ള ഭാഗം മാത്രം വലുതാക്കുകയല്ല, അതിനെ മാത്രം കട്ട് ചെയ്തെടുക്കാനാണ് ക്രോപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി വലുതാവുകയല്ല, ബാക്കിയുള്ളത് ഒഴിവാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വലുതാകുന്ന പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു ഫോട്ടോ ചിലപ്പോൾ നിങ്ങളെ സ്റ്റുഡിയോന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ക്യാമറയിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അവർ ക്രോപ്പ് ചെയ്യണത് ഇതേപോലെ ക്രോപ്പ് ടൂൾ എടുത്തിട്ട് പാസ്പോർട്ട് സൈസിന് ഒരു വാല്യൂ ഉണ്ടാവും, ഇത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് വിട്ട്, അത് ഇവിടെ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഏകദേശം 3.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ സി എം അടിച്ചു, ഹൈറ്റ് 4.5 cm, അതിൻ്റെ റെസൊല്യൂഷൻ 300. എന്നിട്ട് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാ ആ സൈസിലായിരിക്കും. നമ്മൾ എവിടെ എൻ്റർ അടിച്ചാലും ഞാൻ ഫസ്റ്റ് കൊടുത്ത എൻ്റർ ചെയ്തുള്ള സൈസില്ല, ആ സൈസിലായിരിക്കും വരിക. കുറച്ചും കൂടി ഇത് വലുതാക്കി ആ സെൻറ്റർ പോയിന്റ് പുള്ളിക്കാരൻ്റെ നോസിൻ്റെ അതേ പോയിന്റ് വരുന്ന പോലെ വെക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാ പാസ്പോർട്ട് സൈസിൻ്റെ സൈസിൽ കിട്ടി. ഇനി അതിൻ്റെ സൈസ് എത്രയായിരിക്കും നമ്മൾ ഇമേജിൽ പോയിട്ട് ഇമേജ് സൈസ് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ ഇഞ്ചസിലാണ് കാണുന്നത്, ഞാൻ മാറ്റി സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. എത്രയാണ് കാണുന്നത്, വിട്ട് 3.5 ഹൈറ്റ് 4.5. ഞാൻ ഫസ്റ്റ് മുകളിൽ എൻ്റർ ചെയ്തില്ലേ, ആ സൈസിലേക്ക് ഫോട്ടോ മാറും. ഇനി അവർക്കത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നേരെ പുതിയൊരു ഡോക്യുമെൻറ്റ് സൈസ് എടുക്കും, 6:4 പറഞ്ഞിട്ട് അവരുടെ പ്രിൻ്റ് എടുക്കുന്ന സൈസാണ്. ചെറിയ പേപ്പർ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസാണ് 6:4 സൈസിലെടുക്കണം. എന്നിട്ട് 2 ഡോക്യുമെൻറ്റിനെയും കൂടി മാറ്റി വെച്ചിട്ട് മൂവ് ടൂൾ എടുത്തിട്ട് ഈ ഇമേജിന് നേരെ ഇതിൽ കൊണ്ട് ഡ്രാഗ് ചെയ്തിടുന്നു. ഇനി ഇതിനെ എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പോൾ ഒരേ ഷീറ്റിൽ 8 കോപ്പി വരുന്നൊക്കെ അവർ പറയും, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. 8 കോപ്പി എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കമ്മിയാവും, 2 എടുത്ത് കഴിഞ്ഞാൽ കൂടുന്നൊക്കെ പറയും. അപ്പോൾ ഒരു ഷീറ്റിൽ തന്നെ 8 കോപ്പി അടിച്ചാൽ അവർക്ക് ലാഭമാണ്, ബാക്കി വേസ്റ്റ് പോകും. അതുകൊണ്ടാണ് ആ റേറ്റ് പറയാൻ കാരണം. ഇപ്പം ഞാൻ ആൾട്ട് പിടിച്ചിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് നീക്കി. ഇനി രണ്ടും കൂടി ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്തു, താഴോട്ട് വെച്ചു. ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇതും കൂടി രണ്ടും കൂടി സെലക്ട് ചെയ്തു, ആൾട്ട് പിടിച്ചിട്ട് ഇതാ സെലക്ഷൻ വിട്ടു, ആൾട്ട് പിടിക്കണം. കണ്ടാ 8 സെറ്റ് അല്ലേ, 6:4 ഇങ്ങനെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത്. അതിലിപ്പോൾ എനിക്ക് 4 മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണെങ്കിൽ 8ൻ്റെ കുറച്ച് റേറ്റേ കമ്മിയാവുള്ളൂ, 8 നിങ്ങൾക്ക് എടുക്കുന്നത് ലാഭം പറയും. കാരണം അവർക്ക് ലാഭം അതാണ്. അല്ലെങ്കിൽ ബാക്കി 4 എടുത്തതിന് ബാക്കി ചെറിയ പീസ് ചിലപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒറ്റയടിക്ക് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ആ ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് കെട്ട് കാണിച്ചില്ല. എങ്ങനെയാണ് അവർ പൊതുവെ സ്റ്റുഡിയോയിൽ ചെയ്യുക, ആദ്യം കളർ കറക്ഷൻസും ഫേസിൽ എന്താ പറയുക ചെറിയ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്യും. ഇതുപോലെ പുതിയ ഡോക്യുമെൻ്റ് ഇട്ട് പ്രിൻ്റ് ചെയ്യും. ഇതൊക്കെയാണ് ക്രോപ്പ് ടൂൾ ഉപയോഗിക്കുക.